അമൽനാഥ് പാടിച്ചാലിലേക്ക് കൂടി പോവുകയാണ്. അമൽനാഥ്, അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയത്തിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. അമൽ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? ഹരിയ, തീർച്ചയായും ഈ അത്തച്ചമയ ഘോഷയാത്ര ഇനി തുടങ്ങാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ നടക്കുന്ന ആ ഒരു വേദിയിലാണ്. നിലവിപ്പോൾ ഘോഷയാത്രയുടെ തുടക്കം ഇവിടെ മാവേലിയും ഒപ്പം തന്നെ വാമനൊക്കെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ താലപ്പൊലി എന്തേണ്ട കുട്ടികൾ അത്തരത്തിൽ എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. ആ ഒരുക്കങ്ങളൊക്കെ തന്നെ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. മാവേലി പേരെന്താ? സ്നേഹ. തീർത്ഥ. എന്താണ് ഓണായിട്ട് എന്താ ഒരു സന്ദേശം നൽകാനുള്ള മാവേലിക്ക്? നമ്മളെല്ലാരും അത്തച്ചമയ ആഘോഷത്തിന് പങ്കെടുക്കണം. എന്താണ് നമുക്കൊരു ഇതുണ്ടാവും ഓണത്തിന്റെ അന്ന്, അതേ പറയുള്ളൂ. എല്ലാവരും ഈ ആഘോഷത്തിന്റെ ഭാഗമാവുക അല്ലെ? അതെ, തീർച്ചയായും മാവേലി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഈ ഓണാഘോഷത്തിന്റെ തുടക്കം ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാവുക എന്നുള്ളതാണ്. അതായത് എല്ലാവരെയും സംബന്ധിച്ച് നല്ലൊരു അനുഭവമായിരിക്കും. ഒരു തവണയെങ്കിലും ഇതിന്റെ ഭാഗമാകേണ്ടതുണ്ട്. കാരണം നമ്മുടെ കേരളത്തനിമയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനും കേരളത്തിലെ ഓരോ കലകളെ കുറിച്ചും ഓരോ ജില്ലകളിലെ ഓരോ നാടിന്റെയും സ്വഭാവത്തെ കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഘോഷയാത്ര കാണണം, ഇതിന്റെ ഭാഗമാകേണ്ടതുണ്ട്. ഇതാ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ താലപ്പൊലിയും ഒക്കെ ആയി ഓരോ കുട്ടികൾ ഇവിടെ ഇതിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. ഒരു വലിയ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതൊരു തുടക്കം അല്ലെങ്കിൽ ചെറിയ ഒരു അംശം എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കൂ. ഇതിന്റെ പുറകിലായി ഇനി നിരവധി കലാരൂപങ്ങൾ ഒക്കെ വരേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് തേര് ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഭാഗങ്ങളിലും ആ കലാരൂപങ്ങളൊക്കെ തന്നെയും നിലവിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇതാ ഇവിടെ കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി ഒരുങ്ങിയിരിക്കുകയാണ്. അതെ, രാവിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഗേൾസ് സ്കൂളിൽ. ഇവിടെ തൃപ്പൂണിത്തുറ. കുട്ടികളുണ്ട്? എത്ര കുട്ടികളുണ്ട്? അറിയില്ല. ഒന്നുമില്ല. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? എങ്ങനെയാ? നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഇപ്രാവശ്യം ഓണം നല്ല വൈബാണ്. നല്ല വൈബ് ഓണാണ്. ഓണം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തറക്കാരുടെ ഈ ഒരു ആഘോഷമാണ് അതിന്റെ തുടക്കം. അഭിമാനിക്കാല. തൃപ്പൂണിത്തറ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. ഇക്കാര്യത്തില് തൃപ്പൂണിത്തറ അത്തം ഞങ്ങളുടെ ഒരു അഭിമാനമായിട്ട് കൊണ്ടുനടക്കുവാണ് ഞങ്ങള്. വോളണ്ടിയർ ആണ്? ടീച്ചറാണ്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സ് ആണ്. ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ് അവിടുത്തെ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്, പ്രൊസഷനിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അത്തം പ്രൊസഷന്റെ കോമ്പറ്റീഷൻ ആണ്. കുട്ടികളൊക്കെ ഞങ്ങളുടെ കുട്ടികളാണ് ഇതെല്ലാം. എങ്ങനെയുണ്ട്? നല്ല തിരക്കാണല്ലോ. തിരക്കാണ്. എല്ലാ വർഷവും തിരക്കാണ്. നല്ല തിരക്കാണ്. മഴയുണ്ടാവും, വെയിലുണ്ടാവും. ഇപ്രാവശ്യം ചെറിയതായിട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. മുന്നോട്ട് പോകുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി മഴയൊരു ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട്. മഴയാണെങ്കിൽ ഇവര് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങിയിരിക്കുന്നതല്ലേ കുട്ടികള്. പക്ഷെ എന്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിങ്ങൾ ഈ ആഘോഷം അടിച്ചു പൊളിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. മഴയായാലും വെയിലായാലും ഞങ്ങൾ ആഘോഷം അടിച്ചു പൊളിച്ച് തന്നെയാണ് പോവാറ്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. എന്താ പറയുക? അടിപൊളി. അപ്പൊ ഓണത്തിന്റെ തുടക്കം എന്തായാലും അടിച്ചു പൊളിക്കാൻ തന്നെയാണ്. അടിച്ചു പൊളിക്കും. ഞങ്ങൾ അവസാനം വരെ അടിച്ചു പൊളിക്കും. അത്തം ഞങ്ങളിൽ നിന്നാണ് തുടങ്ങണേ. അത്തം ഞങ്ങളിൽ നിന്നാണ് ഓണം തുടങ്ങുന്നത് ഇവിടെ. വരും. ഇത് നല്ലൊരു എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ടീച്ചർമാർ പറഞ്ഞ പോലെ തന്നെ അതായത് ഓണം ഇത്തവണ അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ തുടക്കമാണ് തൃപ്പൂണിത്തറയിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഒരു ഉത്സവം എന്നുള്ളത്. എന്തായാലും ഇത്രയും നേരത്തെ ഈ ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്നും ഒരു കുറവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു ഘട്ടത്തിൽ മഴ ചെറിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയെങ്കിൽ പോലും മഴയും വെയിലുമൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഇവർ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഘോഷയാത്ര, അത്തച്ചമയ ഘോഷയാത്ര നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുമെന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം, അതായത് ഇനി സ്റ്റേജിൽ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പതാക ഉയർത്തേണ്ടിയിരിക്കുന്നു. അതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ഒരു ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നടക്കും. പിന്നീട് അങ്ങോട്ട് ഇവർ അങ്ങ് ഈ ഒരു നഗരവീതിയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ഇവരുടെ ഓരോ കലകളും ഒക്കെ ആയി തന്നെ ഇവർ മുന്നേ തന്നെ, അതായത് പുലർച്ചയോട് തന്നെ എല്ലാവരും ഇവിടേക്ക് എത്തുകയും ഈ ഒരുക്കങ്ങളൊക്കെ തന്നെയും നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു ഘോഷയാത്രയുടെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് ഈ താലപ്പൊലി ഏന്തിയവരും ഒപ്പം തന്നെ മഹാബലിയും വാമനും ഒക്കെ തന്നെ. അവരൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഓരോ കലകൾ ഇതിന്റെ പുറകിലായി നിൽക്കും. ഈ ഒരു മൈതാനത്ത് വെച്ച്, ഇതൊരു സ്കൂൾ
ഓഡിറ്റോറിയത്തിന്റെ പരിസരമാണ്. ഇവിടെ നിന്നും ഈ മൈതാനത്ത് വെച്ചാണ് ഇവരൊക്കെ തന്നെയും ഒരുമിച്ച് കൂടുന്നത്. പിന്നീട് ഇതിന്റെ പ്രധാന വഴിയിലൂടെ ഇവർ നഗരത്തിലേക്ക് അങ്ങനെ ഇറങ്ങുകയാണ്. ഒപ്പം തന്നെ നഗരത്തിലെ ഓരോ ഇടങ്ങളിലേക്കും ജനങ്ങളൊക്കെ തന്നെയും എത്തിയിരിക്കുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഞാൻ മുന്നേ സൂചിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് കാണേണ്ട ഒന്ന് തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര. അതുകൊണ്ട് തന്നെ അവസരം കിട്ടുന്നവരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാവേലി ഒരു ഓണ സന്ദേശം എന്ന രീതിയിൽ പറഞ്ഞത് എല്ലാവരും ഇതിന്റെ ഭാഗമായി എത്തണം, ആഘോഷത്തിന്റെ ഭാഗമാകണം എന്നുള്ളതാണ്. അതായത് ആഘോഷങ്ങളൊക്കെ തന്നെ നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. ഒത്തുകൂടലും ഒപ്പം തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുക, ഓരോ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുക, അതൊക്കെ വലിയ ആവേശവും വലിയ സന്തോഷവും നൽകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുക എല്ലാവരും എന്ന സന്ദേശമാണ് ഇവിടെയുള്ള എല്ലാവരും നൽകുന്നത്. നമുക്കിപ്പോൾ ആ കലാരൂപങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കാണാം. അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. പുലികളൊക്കെ തന്നെയും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെ ഒരുക്കങ്ങളൊക്കെ കംപ്ലീറ്റ് ആയോ, പൂർത്തിയായോ? ഏതാണ്ട് പൂർത്തിയായി. വരച്ചു കഴിഞ്ഞു. എത്ര പുലികളുണ്ട്? ഞങ്ങൾ 20 പോയി. 20 തൃശ്ശൂർ വിയ്യൂര് അടിച്ചു പൊളിക്കാൻ. അപ്പോ പുലികളൊക്കെ തന്നെ തയ്യാറായിട്ടുണ്ട്. നല്ല മനോഹരമായ കുടവയറുമായി മഞ്ഞയിൽ, ഒപ്പം തന്നെ പർപ്പിൾ, നീല, വെള്ള, കരിമ്പുലി, അങ്ങനെ ഓരോ നിറങ്ങളിലുമായി പുലികളൊക്കെ തന്നെയും ഒരുങ്ങി നിൽക്കുന്നു. മറുഭാഗത്ത് ഇപ്പോൾ ആ ശബ്ദം കേൾക്കാൻ നമുക്കൊരു ബാൻഡ് മേളത്തിന്റെ ശബ്ദമാണ്. അതും അവിടെ പരിശീലന സെക്ഷൻ നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ തെയ്യങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു, ഗുളികൻ തെയ്യം ഒക്കെ ഓരോ ഭാഗങ്ങൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവാതിര കളിക്കാനുള്ള കുട്ടികൾ, ഒപ്പന, അത്തരത്തിൽ എല്ലാ കലാരൂപങ്ങളും അവിടെയൊക്കെയായി ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടുതൽ ഒന്നുകൂടി മനോഹരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരുക്കങ്ങൾ നടക്കുന്നത്. ഇനി ഇവർ ആ ഒരു നഗരവീതിയിലേക്ക് ഇറങ്ങേണ്ട ആ ഒരു സമയം മാത്രമേ ബാക്കിയുള്ളൂ. അത്തരത്തിൽ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെയും പുരോഗമിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ ഒരു ഓണത്തെ വരവേൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകാൻ വേണ്ടി ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെയും ഉള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആര്യ.